ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ നവീൻ ബ്രോയിനെയും ഒരു പെൺകുട്ടീനെയാണ് കേട്ടോ. അപ്പോൾ ഇതേ വീണ്ടും പണിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ശങ്കറും ഗൗരിയും കൂടി അതിലേ വരുന്നത്. അപ്പം ഇതിനാണെന്നാണല്ലോ ഇവർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ വണ്ടി അവിടെ നിർത്തി. ഇത് കണ്ടപ്പോഴത്തേനും അപ്പോൾ ശങ്കറിന് ആകെ ദേഷ്യം മുണ്ടും. അപ്പോൾ ഗൗരിയും കൂടെ നോക്കണം. ദേ ആ ഫ്രോഡല്ലേ ആ നിൽക്കുന്നത്, ഇതാ ഡോക്ടർ മിഥുനല്ലേ എന്ന് ചോദിച്ചു. ആ അപ്പോൾ ഇവൻ ഇത് കണ്ടു എന്ന് അവൻ ഉറപ്പിച്ചു. ഇങ്ങനെ നോക്കുകയും ചെയ്തു കേട്ടോ. ശങ്കറിൻ്റെ വണ്ടിയാണ് എന്ന് മനസ്സിലായി. ഗൗരി, ഈ പെണ്ണിനെ തന്നെയല്ലേ നമ്മൾ തൃശ്ശൂർ വെച്ച് കണ്ടത്? അതെ, ആ പെൺകുട്ടി തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ശങ്കർ വേഗം ഇറങ്ങാൻ തുടങ്ങുക. ശങ്കർ എന്താ ചെയ്യാൻ പോണത്? അവനെ ആരതി മോളുമായിട്ട് വിവാഹം ഉറപ്പിച്ചിട്ടാ ഈ ഉടായിപ്പ് കളി കളിക്കുന്നത്. അവനെ നമ്മൾ ഇപ്പം കൊടുക്കാനുള്ളത് കൊടുത്തിരിക്കും. ശങ്കർ വേണ്ട എന്ന് പറഞ്ഞു. നിൽക്ക്. അപ്പം വേഗം നവീൻ, ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു. ശങ്കറും ഗൗരിയും എന്നെ കണ്ടിട്ടുണ്ട്, ഇനി എൻ്റെ ആവശ്യമില്ല എന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. മിഥുൻ്റെ ക്യാരക്ടർ എന്താ പറയുക, മോശമാണെന്ന് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷേ തെളിവുകൾ സഹിതം വേണം അവനെ പിടിക്കാൻ. ഗൗരി, നീ ധൈര്യമായിട്ടിരിക്കുക. ഇവൻ്റെ ഉടായിപ്പോൾ പൊളിച്ചടിക്കെടുക്കും നമ്മൾ. ഇവൻ ആദ്യം തന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാ ഇവനാകെ പഞ്ചാര കുഞ്ചുവാണെന്ന്. എന്താണെങ്കിലും അവൻ്റെ ആ ടെലസ്കോപ്പ് ഞാൻ ചവിട്ടി പൊട്ടിക്കൂട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ജെസ്സി കാണാം എന്ന് പറഞ്ഞ് വേഗം തന്നെ നവീൻ അവിടുന്ന് സ്കൂട്ടാകുകയാണ്. അപ്പോൾ വേഗം തന്നെ ശങ്കറും ഗൗരിയും കൂടെ അങ്ങോട്ട് വന്നു. ദേ അവൻ പോയിട്ട് ഗൗരിയെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ വരുമ്പോഴത്തേനും ജെസ്സി അവിടെ നിൽക്കുകയാണ്. ഹലോ ക്രാവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് കേട്ടോ. എന്ത് സംസാരിക്കാൻ? ഇപ്പം എവിടുന്ന് പോയത് ഡോക്ടർ മിഥുനല്ലേ എന്ന് ചോദിച്ചു. മിഥുനെ കുട്ടിക്ക് എങ്ങനെയാണ് പരിചയം? ഇതൊക്കെ ഞാൻ എന്തിനാ നിങ്ങളോട് പറയണത്? നിങ്ങളാരാ, ഞങ്ങളാരാ, എവിടുന്നാ എന്നൊക്കെ എന്താണെങ്കിലും വിശദമായി സംസാരിക്കാം. ഞങ്ങളോട് സംസാരിക്കുന്നതിന് ക്രാവിന് വല്ല വിരോധമുണ്ടോ? 10 മിനിറ്റ്, അതിൽ കൂടുതൽ എന്താണേലും എടുക്കില്ല. ചില കാര്യങ്ങൾ ഞങ്ങൾക്കറിയാനുണ്ട്, അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞു. ഞങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ട് ഏറ്റവും ഗുണം ഉണ്ടാകാൻ പോകുന്നത് കുട്ടിക്ക് തന്നെയായിരിക്കും. എനിക്കോ? മനസ്സിലായില്ല. ചിലപ്പോൾ താൻ ചെറിയതല്ല വലിയ അപകടത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടേക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ചോ. പിന്നെ കാണുന്നത് നമ്മുടെ ആരതിനെയാണ്. അപ്പോൾ ആരതി ദേണ്ട മിഥുനുമായിട്ട് സംസാരിക്കുകയാണ്. ഇപ്പം എവിടെയാ? ഹോസ്പിറ്റലിൽ. ആ, ഡ്യൂട്ടി ടൈം കഴിഞ്ഞല്ലോ, പിന്നെന്താ വീട്ടിൽ പോകാത്തത്? ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ അപ്പാർട്ട്മെൻറ്റിനല്ലേ ഞാനിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ തനിച്ച് ബോറടിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്നിരിക്കണതല്ലേ. അപ്പോൾ എന്നും ഇനി അങ്ങനെ തന്നെ ആയിരിക്കുമോ? നമ്മുടെ കല്യാണം കഴിഞ്ഞാലും അങ്ങനെ താൻ പേടിക്കണ്ട കേട്ടോ. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഞാൻ എന്തായാലും ജോലിക്ക് പോകാൻ സാധ്യതയില്ല. ആ, കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്യണം, ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണണം. കാറിൽ പോകണ്ട കേട്ടോ, ബൈക്കിൽ നമുക്ക് പോവാം, നല്ല രസമായിരിക്കും. ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ, അമ്മ തിരക്കുന്നുണ്ടാവും. അയ്യോ താൻ പോവല്ലേ, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, തന്നെ എനിക്ക് നാളെ ഒന്ന് കാണാൻ പറ്റുമോ? ആ കാണാമല്ലോ, അതിനെന്താ, വീട്ടിലേക്ക് വന്നോളൂ. വീട്ടിൽ വെച്ച് കാര്യമല്ല ഞാനീ പറയണത്. പിന്നെ പുറത്തെവിടെങ്കിലും ഒരിടത്ത് വെച്ച് നമുക്ക് കാണാം. കുറേ സംസാരിക്കുന്നു, പിന്നെ ഒരു 1-2 കോഫി കുടിക്കുന്നു, പിന്നെ വേണമെങ്കിൽ ചെറിയൊരു ഷോപ്പിംഗ്, എന്നിട്ട് താൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അയ്യോ ഇല്ല, ഞാനില്ല, അച്ഛൻ അറിഞ്ഞാൽ വളരെ മോശമാണ്. എടോ നമ്മൾ കല്യാണം കഴിക്കാൻ പോണവരാ, അതിനിപ്പോൾ എന്താ? ഇടയ്ക്ക് അതൊന്ന് ഓർക്കുന്നത് നല്ലതാട്ടോ. അതെ വേണ്ട, എനിക്ക് അങ്ങനെയൊക്കെ ഉള്ളത് പേടിയാ. അച്ഛൻ അറിഞ്ഞാൽ ആകെ നാണക്കേടാ. ശരി, ഞാൻ ശ്യാമങ്ങളെ നേരിട്ട് വിളിച്ച് പെർമിഷൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ തനിക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? അയ്യോ വേണ്ട, അച്ഛനെ വിളിച്ച് ചോദിക്കേണ്ട. താൻ എൻ്റെ ഒപ്പം വരാമെന്ന് സമ്മതിച്ചാൽ ഞാൻ എന്തായാലും ശ്യാമങ്ങളെ വിളിക്കില്ല. അത് പിന്നെ നാളെ കഴിഞ്ഞ് ഞാൻ സെമിനാറിന് വേണ്ടി ചെന്നൈക്ക് പോവാം. അതിനു മുൻപ് തന്നെ ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് കരുതി. അതിനുകൊണ്ടാ, മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ വരാം, പക്ഷേ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരൂ കേട്ടോ. ഓക്കെ. അല്ല, കളിയാക്കൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം സംസാരിച്ചു. പിന്നെ കാണുന്നത് ജെസ്സിയാണ്. അപ്പോൾ ജെസ്സിനെയും ഗൗരിയും ശങ്കറോട് അവിടെ ഇരിക്കുകയാണ്. അപ്പം അതെ, ഞാൻ ഗൗരി, ഇതെൻ്റെ ഭർത്താവ് ശങ്കർ മഹാദേവൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അല്ല, തൻ്റെ പേരെന്താ? ജെസ്സി എന്ന് പറഞ്ഞു. ഓക്കെ,
അല്ല, ജെസ്സിക്ക് ആ ഡോക്ടറെ മിഥുനുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചു. അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതെന്തിനാ നിങ്ങളറിയുന്നത്? അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ഗൗരി, നമ്മളെ ക്രാവ് വിചാരിച്ച പോലൊന്നും അല്ലട്ടാ, ഒരു ഒട്ടക്ക ലൈനാണല്ലോ. ഒന്നുകൂടി ഞാൻ ചോദിക്കാം, ആ മിഥുനുമായിട്ട് എന്തുട്ടാ ക്രാവിന് ബന്ധം? ഒന്ന് പറയേ. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് ജെസ്സി. തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റാരുമായിട്ട് ഷെയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തൻ്റെ ചോയ്സ് തന്നെയാണ്. ഒറ്റ കാര്യം ജെസ്സി മനസ്സിലാക്കണം, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം നൽകുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകാൻ പോകുന്നത് ചിലപ്പോൾ ജെസ്സിക്കായിരിക്കും. എനിക്കോ? ഞങ്ങൾ ജെസ്സിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് പറയണത്. നിങ്ങൾ ഈ പറയുന്ന ഡോക്ടറെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്തുട്ടാ തേങ്ങയൊക്കെടാവേ നീ പറയണത്? നീ ഇപ്പോൾ നിന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ആ ഉടായ്പ ഡോക്ടറെ റിട്ടേൺ അടിച്ച് പോയില്ലേ? ആ ഡോക്ടറെ കുട്ടിക്കറിയില്ലെന്നോ? എന്താ ഇത്? അതെ അതെ, എനിക്കറിയില്ല. നിങ്ങളീ പറയണ ഒരു ഡോക്ടറെയും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ തൽക്കാലം പോകാൻ നോക്ക്. കിടാവേ, മര്യാദയ്ക്കല്ലേ ഞങ്ങൾ സംസാരിക്കണത്? ഞങ്ങൾ അസഭ്യമൊന്നും പറയണില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ആ മര്യാദയ്ക്ക് ഞാൻ ചോദിക്കണ ചോദ്യങ്ങൾക്ക് മണിയായിട്ട് ഉത്തരം പറഞ്ഞാൽ ക്രാവിന് എന്തിട്ടാ ഇപ്പോൾ കുഴപ്പം? നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്തണോ? എന്നാൽ ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും. അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് ഒന്ന് ചിരിക്ക്. അല്ല, ഒന്ന് വിളിക്കോ. എന്താ പോലീസിനെ വിളിക്കാനാണോ? വിളിച്ചോ. വിളിക്കുമ്പോൾ ഒരു ഐജിനെങ്കിലും വിളിക്കണം കേട്ടോ. മാത്രമല്ല വിളിക്കുമ്പോൾ പറയുകയും കൂടെ വേണം, ചാരങ്ങാട്ട് ശങ്കർ മഹാദേവനാണ് ഇപ്പുറത്ത് നിൽക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ശങ്കർ ഭായി നിന്ന് പറഞ്ഞേച്ചാൽ മതി, ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. ശങ്കർ എന്താ ഇത് എന്ന് ചോദിച്ചു. ഗൗരി, അതെ എൻ്റെ പൊന്നു ഗൗരി, പിന്നല്ലാണ്ട് ഇതിനൊക്കെ എങ്ങനെ മറുപടി കൊടുക്കുക എന്ന് ചോദിച്ചു. അവൻ്റെ ഫ്രോഡ് പരിപാടികൾക്ക് ഇവള് കൂട്ടു നിൽക്കുക കേട്ടോ. അതെനിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം നിന്നിട്ട് ജെസ്സി, ഒരു പെൺകുട്ടിയുടെ ഭാവിയുടെ കാര്യമാണ് ഞാനീ പറയണത്. ജെസ്സി, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എടോ കുട്ടി, ഈ ഡോക്ടറുമായിട്ട് തനിക്കെന്താ ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേങ്കിൽ ഞങ്ങൾ തന്നെ ആ ഡോക്ടറെയും തന്നെയും കൂടെ തൃശ്ശൂർ വച്ച് കണ്ടു. ഇപ്പം ഇത് ഇവിടെ വെച്ചും കണ്ടു. തനിക്ക് ആ ഡോക്ടറോടുള്ളത് യഥാർത്ഥ സ്നേഹമാണോ? ആണെങ്കിൽ ഞങ്ങൾ പറയണ വിവരങ്ങൾ തനിക്ക് പ്രയോജനപ്പെടും. ഇനി അതല്ല ഒരു ടൈം പാസ് ബന്ധമാണ് എങ്കിൽ ഞാനും മിഥുനും റിലേഷനിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ പരസ്പരം ഞെട്ടിപ്പോയി നോക്കുകയാണ് ഇവർ. അല്ല, വെറും ടൈം പാസ്സൊന്നും അല്ല, സീരിയസ് റിലേഷൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അത് പിന്നെ ഞങ്ങൾ അല്ല, സ്നേഹിക്കാൻ പറ്റിയ ഒരു അടാറ് മുതലാട്ടോ അത്. മിഥുൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. മിഥുൻ നിങ്ങൾ വിചാരിക്കണ പോലെ ഒരാളൊന്നുമല്ല. അതെന്താണെന്ന് വെച്ചാൽ 100% ജെനുവിനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് എൻ്റെ അനിയത്തിയും ഞങ്ങളും ഒക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെയല്ലേ ഞങ്ങൾ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞത്. ഈ സിനിമയിലൊക്കെ കാണുന്ന സുന്ദരന്മാരെ വില്ലന്മാരില്ലേ, അത് തന്നെയാട്ടോ ഐറ്റം. അല്ല, ക്രാവ് എന്താ ചെയ്യണത്? ജോലിയേ? ഞാനോ നേഴ്സാണ് എന്ന് പറഞ്ഞു. അല്ല ജെസ്സി, താനും മിഥുനും തമ്മിൽ എത്ര നാളത്തെ ബന്ധമുണ്ട് എന്ന് ചോദിച്ചു. അത് പിന്നെ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാനും മിഥുനും കൂടി ലിവിങ് ടുഗദറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞെട്ടിപ്പോയി. മിഥുൻ്റെ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച ശേഷം ഞങ്ങളുടെ വിവാഹം നടത്താമെന്ന മിഥുൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കണത്. 3-4 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ കല്യാണം നടക്കും കേട്ടോ. എൻ്റെ കിടാവേ, 3 മാസമല്ല കേട്ടോ, 30 വർഷം കഴിഞ്ഞാലും കിടാവിൻ്റെയും ആ ഫ്രോഡ് ഡോക്ടറിൻ്റെയും കല്യാണം നടക്കില്ല കേട്ടോ. നിങ്ങൾ എന്തീ പറയണത്? അവനെ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്, അറിയോ? അപ്പോൾ ഒന്നും മിണ്ടണില്ല ജെസ്സി. ജെസ്സി ഇത്രയും നാളും മിഥുൻ ചീറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ടായി പറയണത്. കിടാവേ, അവനിപ്പോൾ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോവാ, അറിയോ? മറ്റാരുമല്ല കേട്ടോ, മിഥുൻ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോകണമെന്നോ? എനിക്കെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അതെ, ആ പെൺകുട്ടി എൻ്റെ അനുജത്തിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ജെസ്സി വിചാരിച്ചാൽ എൻ്റെ അനിയത്തിയെ രക്ഷപ്പെടുത്താൻ പറ്റും. അത് മാത്രമല്ല ജെസ്സിക്കും രക്ഷപ്പെടാൻ പറ്റും. എന്തു പറയുന്നു? ഇത്രയും നാളും പ്രേമിച്ച് ആ ചതിച്ച ആ ഫ്രോഡിൻ്റെ ഒരു തിരിച്ചു പണി കൊടുക്കണ്ടേ ജെസ്സി? ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ജെസ്സി, ഞങ്ങളൊപ്പം നിൽക്കണം, അത്ര മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സമ്മതിച്ച് ആളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശങ്കറിനും ഗൗരിക്കും സന്തോഷമായിട്ടാ.
പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ധ്രുവനെയും അതുപോലെ തന്നെ ഷാനും കിരണും നവീനും ഒക്കെ കൂടെ നിൽക്കുകയാണ്. എന്താണെങ്കിലും നവീൻ ബ്രോ എന്താണെങ്കിലും പൊളിച്ചു, സൂപ്പറായിട്ടുണ്ട്. ആ മിഥുനും എന്താ പറയുക നവീൻ ബ്രോയും ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ കോംബോ കറക്റ്റ് വർക്കായി. നമ്മുടെ പ്ലാൻ സക്സസ് ആണ് ബ്രോ, ഒരു സംശയം വേണ്ട. നമ്മൾ കുരിച്ച കുഴുക്കിലേക്ക് ഗൗരിയും ശങ്കറും കൃത്യമായി വീണു. ധ്രുവ, ആരതിയെ മിഥുൻ വിവാഹം മുടക്കാൻ നമ്മളായിട്ട് നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ടതൊക്കെ ശങ്കറും ഗൗരിയും കൂടി ചെയ്തോളും. നമുക്ക് ഗാലറിയിലിരുന്ന് കളി കണ്ട് രസിക്കാം. നവീൻ ബ്രോ, നമ്മൾ ഇതിനാണ് എന്ന് ശങ്കർ ഭായിയും ഗൗരിയും തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ ആരതിയുടെ വിവാഹം മുടക്കാനും ചിലപ്പോൾ സാധ്യതയുണ്ട്. പക്ഷേ അധികം വൈകാതെ തന്നെ സത്യം എന്താണെന്ന് ശങ്കർ ഭായി മനസ്സിലാക്കില്ലേ? ഷനെ, നിന്റെ സംശയവും മച്ചൻ്റെ സംശയമൊക്കെ എനിക്ക് മനസ്സിലായി. ശങ്കർ ഭായിയും ഗൗരിയും ഇനി സത്യം മനസ്സിലാക്കുന്നതിന് മുൻപ് കുറച്ച് സമയം, അതെ വളരെ വിലപ്പെട്ട ആ കുറച്ച് സമയമാണ് ഞങ്ങൾ ഉപയോഗിക്കാൻ പോണത്. എന്ന് വെച്ചാൽ മനസ്സിലായില്ല? ഗൗരി ഇടപെട്ട് ആരതിയുടെ വിവാഹം മുടക്കുന്നതോടെ ആരതി പിന്നീട് ഗൗരിയുടെ ശത്രുവായിട്ട് മാറും. ആരതിയോ? ആരതി എങ്ങനെ ശത്രുവായി മാറുമെന്നാണ് പറയണത്? ഇതിനെതിരെയുള്ള തെളിവുകൾ ഇപ്പം ഗൗരിയുടെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് ആ തെളിവുകൾ ആരതി വിശ്വസിക്കില്ലേ? അവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കാൻ പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുകയാണ്. ഗൗരി അവളുടെ വീട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. അതുമാത്രമല്ല അവളുടെ വാക്കുകൾക്ക് അവർക്ക് അത്രയും വില കൊടുക്കാറുമുണ്ട്. സ്വന്തം കുടുംബത്തെ ഒരിക്കലും അത്രയേറെ ചേർത്ത് പിടിക്കുന്ന ആളാണ് ഗൗരി. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ നിന്ന് ഗൗരിയെ നമ്മൾ അകറ്റി മാറ്റും. ആ വീട്ടിലെ ഓരോരുത്തരും ഗൗരിയെ ഒരു ശത്രുവായിട്ട് കാണണം. ആ കുടശങ്കർ ബായിയും. അതെങ്ങനെ നടക്കും? അതല്ലേ ട്വിസ്റ്റ് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ല? ശങ്കർ ബായിയും ഗൗരിയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില നീക്കങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളൊരു ബോംബ് പൊട്ടിച്ചിരിക്കും. മച്ചാനെ, ആ ബോംബ് എന്താണെന്ന് ഞാൻ പറയട്ടെ? പറശാനെ, എന്താ? അതെന്താണെന്ന് വെച്ചാൽ ആദർശിനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വീൽ ചെയറിലാക്കിയതിന് കാരണക്കാരൻ ശങ്കർ ബായി ആണെന്ന ഒരു ട്വിസ്റ്റ് ധ്രുവൻ മച്ചാൻ കൊണ്ടുവരും. അതല്ലേ, അതോടുകൂടി എല്ലാം പൊളിച്ചടുക്കും. ആരും പ്രതീക്ഷിക്കാത്ത ആ ബോംബ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ ചിരിച്ചു കൂട്ടോ, ഒന്നും മിണ്ടിയില്ല. മച്ചാനെ, അപ്പോൾ ഇനി അങ്ങോട്ട് സീനാണല്ലോ, ഡാർക്ക് സീൻ. ധ്രുവ, ഒരു കാര്യം പറയട്ടെ, ഗൗരി ശങ്കറിനൊപ്പം സന്തോഷമായി ജീവിക്കുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ന് നവീൻ ഇങ്ങനെ പറയാണ്. എനിക്ക് കിട്ടാത്ത ഒരു സന്തോഷവും യാതൊരു സന്തോഷങ്ങളും ഗൗരിക്കും ആവശ്യമില്ല. നവീൻ ബ്രോ, ദേ പാവം ആരതി, അവളുടെ വിവാഹം കാരണം നമ്മുടെ പ്രൊഫസറിൻ്റെ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അല്ലേ ബ്രോ? എൻ്റെ പൊന്നു ധ്രുവ, നിന്നെ മിഥുനും ആരതിയും തമ്മിലുള്ള വിവാഹം മുടങ്ങും. പക്ഷേ ആ വിവാഹം മുടക്കാൻ ശങ്കറും ഗൗരിയും നമ്മളെ സഹായിക്കും, അറിയാതെ തന്നെ. അവിടെയാണ് അവരാരും പ്രതീക്ഷിക്കാതെ മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോണത്. ആ കൂട്ടത്തിൽ നമ്മുടെ ആരതി, ഗൗരി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ ആരതിയെ വിവാഹം ചെയ്യും. അതാണ് സംഭവിക്കാൻ പോണത് എന്ന് പറഞ്ഞു. അതോടെ ഗൗരി തകർന്നടിഞ്ഞു പോകും. ഗൗരി മാത്രമല്ല കേട്ടോ, ശ്യാമപ്രസാദിൻ്റെ കുടുംബവും തകർന്നു പോയിക്കോളും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ആരതിയുടെ ജീവിതം നശിപ്പിച്ചത് ഗൗരിയാണ് എന്ന് പ്രൊഫസർ ശ്യാമപ്രസാദ് തന്നെ ഗൗരിയുടെ മുഖത്ത് നോക്കി പറയും. അത് ഞാൻ പറയിപ്പിച്ചിരിക്കും. ധ്രുവ, ആ ആരതിയെ കെട്ടാൻ പോകുന്ന ആ മെടുക്കൻ ചെക്കൻ ആരാണെന്ന് നിനക്കറിയോ? നവീൻ ബ്രോ, എനിക്കറിയാം. ബ്രോയല്ലേ ആരതിയുടെ വരൻ? എന്താ അല്ലേ? അല്ല, ഒരിക്കലും അല്ല, നീയാണ് ആരതിയുടെ വരൻ എന്ന് പറഞ്ഞു. അപ്പം ഞെട്ടിപ്പോയി ധ്രുവൻ. ഞാനോ? എൻ്റെ പൊന്നു ബ്രോ, നിന്നെ ആരതിയുടെ വിവാഹമാണ് നടത്താൻ പോകുന്നത്, മനസ്സിലായില്ലേ? എൻ്റെ പൊന്നു ബ്രോ, പ്രൊഫസർ ശ്യാമപ്രസാദ് സ്വന്തം മകൾ ആരതിയെ എനിക്ക് ഈ ധ്രുവന് കിട്ടിച്ചേരുമെന്ന് നവീൻ ബ്രോയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ലാട്ടോ, ഒരിക്കലും നടക്കാൻ പോണില്ല എന്ന് പറഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത ശ്യാമപ്രസാദിനെ നിന്നെ കൊന്നു എന്ന കുറ്റത്തിന് ജയിലിലിടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെയാണോ ആരതിയെ നിനക്ക് കെട്ടിച്ചു തരാൻ എനിക്ക് കഴിയും? കെട്ടിച്ച് തന്നിരിക്കും. ധ്രുവ, നീ കണ്ടോ, ആരതിയുടെ കഴുത്തിലണിയിക്കാനായിട്ട് നീ ഒരു നല്ല താലിമാല പണിയിച്ചു വെച്ചോട്ടോ. ആ താലി ഉടൻ തന്നെ അവളുടെ കഴുത്തിൽ കെട്ടുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ ധ്രുവൻ അടുത്ത സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇതാളെ നിങ്ങൾ പറഞ്ഞ ആ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ്
കൊള്ളാം, സൂപ്പർ. അവർ പൊളിച്ചടുക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറും ഗൗരിയും കൂടി വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പം മഹാദേവനും രാധാമണിയും അവിടെ നിൽപ്പുണ്ട്. അപ്പം മഹാദേവൻ വേഗം ചിരിച്ചിട്ട് ആഹാ എന്തൊരു സന്തോഷം, അല്ല ഇതാര് കുട്ടിശങ്കരനാ എന്ന് ചോദിച്ചു. ഒരു കളിയാക്കിയ മട്ടിലൊരു ചിരി. ഗൗരി, നമ്മുടെ അച്ഛൻ എന്നെ ആദ്യമായിട്ട് കാണാട്ടോ, അതുകൊണ്ടാട്ടോ. ഇവളുടെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടാണ് നീ വേണി കാണിച്ച മണ്ടത്തരത്തിന് കൂട്ടുനിന്നതെന്ന് ഞങ്ങൾക്കറിയാം. വേണിയെ തിരുത്തതിൻ്റെ പകരം അവളുടെ ഭാവി നശിപ്പിക്കാൻ നീയും കൂടി കൂട്ടുനിന്നു. ഇങ്ങനൊരു ആങ്ങള ഒരു പെങ്ങൾക്കും ഉണ്ടാവില്ല. അമ്മേ, എൻ്റെ വേണിമോളുടെ ഇഷ്ടം എന്താണോ അതാണ് എൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം എന്താണോ അതാണ് വേണിമോളുടെ ഇഷ്ടം. അങ്ങനെ നോക്കിയാൽ അമ്മ പറഞ്ഞത് കറക്റ്റാട്ടോ. ഇങ്ങനെ ഒരാങ്ങള അവൾക്ക് ഒരു പെങ്ങൾക്കുണ്ടാവില്ല, അതുറപ്പാ. എടാ, സ്വന്തം പെങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ കുട്ടിച്ചോറാക്കിയിട്ട് അവൻ ഇവിടെ നിന്ന് ഡയലോഗ് അടിക്കുന്ന കേട്ടില്ലേ? അപ്പം മണിമുത്തശ്ശി ഇങ്ങനെ മണികിലിക്കാണ്. അമ്മേ, ഇനി എന്താണാവോ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഒന്നാമത് മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണല്ലോ, എന്നിട്ട് പിന്നെയും കുലുക്കുവാണ്. അപ്പോൾ വീണ്ടും ഗൗരി, മുത്തശ്ശി എന്തോ ചോദിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി എന്ന് പറഞ്ഞു. എന്താ മുത്തശ്ശി ചോദിച്ചത്? പറയാം എന്ന് പറഞ്ഞ് ഗൗരി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. അതെ, വേണിയോട് ആദ്യം എല്ലാവർക്കും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശിക്ക് വേഗം ഭയങ്കര സന്തോഷമായി. ഇതാണോ മുത്തശ്ശി ചോദിച്ചത്? മുത്തശ്ശി, ഇപ്പം വേണിമോളോടും അളിയൻസിനോടും ശ്യാം സാറിനോ ഫാമിലിക്കോ ഒന്നും ഒരു ദേഷ്യമില്ല കേട്ടോ. അതുമാത്രമല്ല, അത് പിന്നെ അളിയൻസിനെ ഒരു വൈദ്യരെ കൊണ്ട് ചികിത്സിപ്പിക്കണമെന്നുള്ള പരിപാടി അവിടെ തുടങ്ങി വെക്കുന്നുണ്ട് കേട്ടോ. അതാണ്. അപ്പോൾ വേഗം മഹാദേവൻ, വൈദ്യരോ? ഇവളുടെ തന്തയുണ്ടല്ലോ ആ പ്രൊഫസർ, അയാൾക്ക് വട്ടാ ശരിക്കും, മുഴുത്ത വട്ട്, അല്ലാണ്ട് എന്ത് പറയാനാ. ആ ചെക്കനെ വല്ല നല്ല കൊള്ളാവുന്ന ഏതെങ്കിലും ആശുപത്രി കൊണ്ടുവന്ന് ചികിത്സിക്കുന്നതിന് പകരം കോഴമ്പും തിരുമ്പി ഇരുന്നാൽ അവൻ്റെ ആയുസ്സിൽ അവൻ എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. ഗൗരി, ഒരു കാര്യം കേട്ടോ, ഇവിടെ ചിലരെ വേണിമോളോടിട്ട് ഒരു ബന്ധവുമില്ല, പടിയടച്ച് പിണ്ടം വെച്ചു എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുകയും ചെയ്യും. ഇങ്ങനൊരു മോളില്ല എന്നും പറയും. പക്ഷേങ്കിലുണ്ടല്ലോ, അങ്ങനെ ഒരു ശപഥം ചെയ്തിട്ട് വേണിമോളുടെ കാര്യത്തിൽ പിന്നെ എന്തൊട്ടിനാ ഇടപെടണേന്ന് ഒന്ന് ചോദിച്ചേ ഗൗരിയെ. അപ്പം മുത്തശ്ശി ഇങ്ങനെ ചിരിക്കുകയാണ്. ചിരിച്ചിട്ട് മണികിലുക്കി. ഗൗരി, ഒരു കാര്യം അറിയോ? സാമുദായിക നേതാവും കേരളീയ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്നതുമായ ചാരങ്ങാട്ട് മഹാദേവന് ഉത്തരം മുട്ടി നിൽക്കണമെന്ന് നീ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ ഇതേ ഇപ്പം ഇങ്ങോട്ട് നോക്കിട്ടോ. വേണി, എനിക്ക് കേൾക്കണ്ട കേട്ടോ, എന്നെ സംബന്ധിച്ചിടത്തോളം പുകഞ്ഞ കൊള്ളിയാണ്. ആ പുകഞ്ഞ കൊള്ളി പുറത്ത് തന്നെ കേട്ടോ. എനിക്ക് അവളുടെ ഒരു കാര്യം അറിയണ്ട കേട്ടോ. ആയിക്കോട്ടെ, ഒരു സംശയമില്ല. ഇനി ഈ വീട്ടിൽ ഒരാൾ പോലും അവളുടെ പേര് ഉച്ചരിച്ചു പോകരുത്. അച്ഛാ, നമ്മുടെ ചേട്ടച്ചാരിലെ ശേഖരൻ ഇപ്പം ഈ വീട്ടിൽ നിന്ന് ഗെറ്റ് ഔട്ടായ കക്ഷി, അങ്ങനെ വിചാരിച്ചു വച്ചിരിക്കണതേ അച്ഛൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുട്ടിശങ്കരനെയാണെന്ന്. പക്ഷേ അച്ഛൻ്റെ മനസ്സ് എനിക്കറിഞ്ഞൂടെ അച്ഛാ. ഞങ്ങൾ 3 മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്നയാളാ അച്ഛൻ. അതുകൊണ്ട് അച്ഛന് ഞങ്ങൾ 3 മക്കളും അച്ഛൻ്റെ ജീവനാണ്, അച്ഛൻ്റെ പ്രാണൻ. അതും ഞങ്ങൾക്കറിയാം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ആ 3 മക്കളിൽ നിന്ന് ഒരാളെ അച്ഛന് വെട്ടിക്കളയാൻ പറ്റുമോ? അങ്ങനെ വെട്ടിക്കളഞ്ഞാൽ ചാരങ്ങാട്ട് മഹാദേവൻ വീണു പോകുന്ന അച്ഛന് നല്ലോണം അറിയാം. പിന്നെ അച്ഛാ, വേണിയുടെ ഭാഗത്തോ ശരിയുള്ളത് കൊണ്ട് മാത്രാട്ടോ ഞാൻ അവളുടെ കൂടെ നിന്നത്. അച്ഛൻ കണ്ടോ, എന്താണെങ്കിലും ആളിയൻസ് എഴുന്നേറ്റ് നടക്കണതും അവൾ സന്തോഷമായിട്ട് ജീവിക്കണതും ഒക്കെ വേണിമോൾ നമുക്ക് കാണിച്ചു തരും. വേണിമോളുടെ ഭാവി ഓർത്ത് അച്ഛനൊരു ടെൻഷൻ ആവശ്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അവളുടെ കൂടെ നമ്മുടെ വടക്കുനാഥനുണ്ടാവും. അപ്പോൾ ഗൗരി വാ എന്ന് പറഞ്ഞു. മഹാറാണി ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് രാധ അവിടെ നിർത്തുകയാണ്. പിന്നെ നീ എൻ്റെ കൊച്ചവിടെ എന്താ പറയുക കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ നീ ഇവിടെ സുഖിച്ച് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് കരുതണ്ട. നിനക്കുള്ള പണി ഞങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട്. കൊള്ളാലോ മേ, ഇത് മാസ്റ്റർ വെല്ലുവിളി തന്നെയാണല്ലോ. മോനെ ശങ്കരേ, ഈ രാധാമണി തങ്കച്ചി പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം നിനക്ക് മനസ്സിലായില്ലെങ്കിലും ഇവക്ക് മനസ്സിലുണ്ടായിട്ടോ. അപ്പോൾ ഇതേ ശേഖരം വരികയാണ് അങ്ങോട്ടേക്ക്. ഹായ്, ഇതായത് നമ്മുടെ വേണിമോള് പോയ ഗ്യാപ്പിൽ ശേഖരേട്ടൻ നൈസായിട്ട് ആ വീട്ടിലേക്ക് കയറി പറ്റിയില്ലേ? കൊള്ളാം, നുഴഞ്ഞ് കയറാൻ ശേഖരേട്ടൻ മിടുക്കനാട്ടോ.
പിന്നെ ഉണ്ടല്ലോ ഈ ശേഖരനെ ഈ ചാരങ്ങാട്ട് വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയതേ എൻ്റെ സ്വന്തം അച്ഛനാണെങ്കിലും അത് പിന്നിൽ പ്രവർത്തിച്ച കൈകളില്ലേ, ആ വളയിട്ട കൈകൾ, അതൊരിക്കലും ഈ ശേഖരേട്ടൻ മറക്കില്ല കേട്ടോ. ആ കൈകളോട് ശേഖരേട്ടൻ ഒരിക്കലും ക്ഷമിക്കില്ല കേട്ടോ. അത് മറന്നു പോവണ്ട എന്നൊരു വെല്ലുവിളി ശേഖരന് നടത്തുകയാണ്. അപ്പോൾ ആ ഗൗരി അവിടെ നിൽപ്പുണ്ട്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.